ഭാരതത്തിൽ ഹിന്ദു ജനസംഖ്യ 7.82% കുറഞ്ഞതായി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട്. അതേസമയം 65 വർഷത്തിനിടയിൽ ഭാരതത്തിൽ മുസ്ലിം ജനസംഖ്യ 43.15% വർദ്ധിച്ചു. അയൽ രാജ്യങ്ങളിലെയും ഹിന്ദു ജനസംഖ്യ കുറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഹിന്ദു ജനസംഖ്യ 7.82%. അത് 65 വർഷത്തിനിടയിലെ കണക്കാണ്. പക്ഷേ ഈ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ് വിഭാഗങ്ങൾ ജനസംഖ്യാ വർധനം, അതിൽ മതാടിസ്ഥാനത്തിൽ ഈ സംവരണം ലഭിക്കുന്ന മുസ്ലിം വിഭാഗത്തിനാണ് ഏതാണ്ട് 43% വർധന എന്ന് പറയുമ്പോൾ നിരവധി ഘടകങ്ങളുണ്ട്. അനധികൃത കുടിയേറ്റം, മതപരിവർത്തനം ഉൾപ്പെടെയുള്ള, നമുക്കറിയാം കേരളത്തിൽ തന്നെ മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നത് ഈ അനധികൃത ആധാർ കാർഡും ഒക്കെ കൈവശം വെച്ചിട്ടുള്ള അനധികൃത അഭയാർത്ഥികൾ തന്നെ ഏതാണ്ട് 6 ലക്ഷത്തോളം അടുപ്പിച്ചുണ്ട് എന്നുള്ളതാണ്. അതാണ് സാഹചര്യം. പൊതുവിൽ എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി നടത്തിയ പഠനം, ആ പഠനം 65 വർഷക്കാലത്തെ ഒരു പഠനമായിരുന്നു. 1950 മുതൽ അതേപോലെ തന്നെ 2015 വരെയുള്ള കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ, ഭാരതമടക്കമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ജനസംഖ്യ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് നടത്തിയത്. ആ പഠനത്തിലാണ് ഇന്നിപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. 7.82% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 1951 നടന്ന സെൻസസിൽ 84.10 ഭാരതത്തിലെ ഹിന്ദുക്കളുടെ എണ്ണം. എന്നാൽ അത് 2015 വരുമ്പോൾ അത് 77.52% കുറഞ്ഞിരിക്കുന്നു. അതായത് ഈ കാലയളവിൽ 65 വർഷത്തെ കാലയളവിൽ 7.82% ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഭാരതത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 43.15% മുസ്ലിങ്ങൾ ഭാരതത്തിൽ ജനസംഖ്യയിൽ വർധനമുണ്ടായിരിക്കുന്നത്. 1951 ജനസംഖ്യാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അന്ന് ഭാരതത്തിൽ 9.84% മാത്രമായിരുന്നു മുസ്ലിം ജനസംഖ്യ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി 2015 വരുമ്പോൾ അത് 14.09% ഉയർന്നു. അതാണ് ഈ 65 വർഷക്കാലത്തെ 43.15% ഉയർച്ച മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തിൽ മാത്രമല്ല, ഭൂരിപക്ഷ സമുദായമായ പാകിസ്ഥാനിൽ അവിടെയും മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. അതായത് ഭാരതത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് വ്യക്തമാക്കുന്നത്. അവിടെ അന്ന് 1950 84% പാകിസ്ഥാനിൽ മുസ്ലിങ്ങളുടെ എണ്ണം. അത് 93% 2015 ഉയർന്നു എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം പരിശോധിച്ചാൽ 1950 അന്ന് 13% പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം. എന്നാൽ അത് 2015 വരുമ്പോൾ വെറും 2% കുറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം അതിന് വ്യക്തമായ കാരണങ്ങൾ. മതപരിവർത്തനമുണ്ട്. അവിടെ ഹിന്ദു ജനതയെ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്ന വാർത്തകൾ പലതും പുറത്തു വന്നതാണ്. ഇതൊക്കെയാണ് ഒരുപക്ഷെ ഈ ജനസംഖ്യ കുറയുവാൻ കാരണമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ 167 രാജ്യങ്ങളിൽ ഈ സാമ്പത്തിക സമിതി പഠനം നടത്തി. അവിടങ്ങളിൽ അയൽ രാജ്യങ്ങളുടെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അന്ന് ബംഗ്ലാദേശിൽ 23% ഹിന്ദുക്കളുടെ എണ്ണം ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 8% കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഹിന്ദു രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന നേപ്പാളിലെ കണക്കുകൾ നോക്കുമ്പോൾ അവിടെയും ജനസംഖ്യയിൽ ഹിന്ദു പിന്നോട്ടാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് 84% 1950 നേപ്പാളിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ന് 2015 എത്തി നിൽക്കുമ്പോൾ അത് 81% കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് മുഴുവൻ രാജ്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഹിന്ദു ജനതയിൽ വലിയ ഗണ്യമായ കുറവ് ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ഈ 167 രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതേസമയം മുസ്ലിം ജനസംഖ്യ എല്ലായിടവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതത്തിൽ അത് 43.15% ഉയർച്ച കാണിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാനിലും അവിടെ ഭൂരിപക്ഷ സമുദായമാണെങ്കിലും അവിടെയും വലിയ ഉയർച്ചയാണ് ഈ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലക്ഷ്മി, ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.